സ്വന്തം പിതാവിൻ്റെ മരണത്തെ തുടർന്ന് 12-ാം വയസ്സിൽ ഉപജീവനമായ 13 പശുക്കളെ ഏറ്റെടുത്തു വളർത്താൻ ധീരത കാണിച്ച കുട്ടി കർഷകനാണ് തൊടുപുഴ വെള്ളിയാമറ്റം സ്വദേശി മാത്യു ബെന്നി. ഈ കുടുംബത്തെ കേരളമറിയും. 2023 ഡിസംബർ 31-ാം തീയതി ഭക്ഷ്യവിഷബാധ മൂലം 13 പശുക്കളെയാണ് മാത്യു ബെന്നിക്കും കുടുംബത്തിനും നഷ്ടമായത്. അന്ന് ആ കുടുംബത്തോടൊപ്പം ഒരു നാടൊറ്റക്കെട്ടായി നിലയുറപ്പിക്കുകയായിരുന്നു. എല്ലാം തകർന്നു എന്ന് കരുതിയ ദിനങ്ങൾ. എന്നാൽ കുടുംബത്തിന് തണലേകാൻ ഒരുപാട് പേരെത്തി. 5 പശുക്കൾ നൽകി സർക്കാരും 3 പശുക്കളെ നൽകി CPM-ഉം. മുൻ മന്ത്രി PJ ജോസഫും ഒരു പശുവിനെ സമ്മാനിച്ചു. 10 ലക്ഷം നൽകി MA യൂസുഫ് അലിയും 5 ലക്ഷം രൂപ നൽകി ജയറാമും 2 ലക്ഷം രൂപ നൽകി പൃഥ്വിരാജും രക്ഷകനായി എത്തി. എല്ലാം തീർന്നു എന്ന എഴുത്തിൽ നിന്ന് മാത്യുവും അമ്മയും സഹോദരങ്ങളും കുതിച്ചുയർന്നു. പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് ആ കുടുംബം ഒത്തൊരുമിച്ച് കഠിനാധ്വാനം ചെയ്തു. ഇന്ന് മാത്യുവിൻ്റെ തൊഴുത്തിലുള്ളത് 23ഓളം പശുക്കൾ. പഠനത്തിനൊപ്പം 23ഓളം പശുക്കളെ പരിപാലിച്ച് മാത്യുവും അമ്മയും സഹോദരങ്ങളും മുന്നോട്ട് നീങ്ങുന്നത് ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ പേര് മാത്യു ബെന്നി. സ്ഥലം തന്നെ തൊടുപുഴ വെള്ളിയാമറ്റത്താണ്. ഞാൻ ഇപ്പം +2 വിദ്യാർത്ഥിയാണ്. വെള്ളിയാമറ്റം ക്രൈസ്റ്റിയിൽ പഠിക്കുകയാണ്. എനിക്കിപ്പോൾ 23 പശുക്കളുണ്ട്. 6 പശുക്കളെ കറക്കുന്നതും ചെന്നൈയോളം 3-4 പശുക്കളും കിടാക്കൾ അങ്ങനെയായിട്ട് 23 മൊത്തം ഉണ്ട്. ഞാൻ ചെറുപ്പം മുതലേ അപ്പനും ഗ്രാൻഡ് ഫാദറും ഇങ്ങനെ പശു വളർത്തലായിട്ട് അങ്ങനെ ഒരു പരിചയമുണ്ട്. അങ്ങനെ ചെറുപ്പം മുതൽ അപ്പയുടെ കൂടെ കൂടി പശു വളർത്തലിലേക്ക് ഇറങ്ങിയതാണ്. ഞാൻ 7 പഠിക്കുമ്പോഴാണ് അപ്പം മരിക്കുന്നത്. 2020 ഒക്ടോബർ 17-ന്. അന്നേരം പശു വളർത്തല് കുറച്ചൊക്കെ അറിയായിരുന്നു. കറക്കാനും അങ്ങനത്തെ ചെറുതായിട്ടൊക്കെ അറിയായിരുന്നുള്ളൂ. പിന്നെ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയൊന്നും അറിയില്ലാതെ വന്നപ്പം അമ്മ നോക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് അമ്മ പിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അന്നത്തെ സാഹചര്യം കൊടുക്കണമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞ്. പിന്നെ ഞാൻ ചെറുപ്പം മുതലേ കണ്ട് വളർത്തിയ പശുക്കളെ പുറത്തുനിന്ന് ഇതുവരെ ആരെയും മേടിച്ചിട്ടില്ല. ഇവിടെ വീട്ടിലുണ്ടാകുന്നതിന്റെ തലമുറകൾ വളർത്തി വലുതാക്കി എടുത്ത് കണ്ട് വന്നവരാ. അവരെ കൊടുക്കാൻ എനിക്ക് മനസ്സനുവദിച്ചില്ല. അതിനെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് വളർത്തിക്കോളാന്ന് പറഞ്ഞു. പിന്നെ എന്റെ ശക്തമായ ബലം കൊടുക്കണ്ടെന്നുള്ള തീരുമാനം കൊണ്ട് അമ്മ കൊടുത്തില്ല. അങ്ങനെ അന്ന് മുതൽ ഫാം മുന്നോട്ട് കൊണ്ടുവന്നു. ഞാൻ മാത്യു ബെന്നിയുടെ അമ്മയാണ്. എൻ്റെ പേര് ഷൈനി എന്നാണ്. എനിക്ക് ഇളയ ഒരു മകൾ കൂടിയുണ്ട്, റോസ്മേരി. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് കന്നാലിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മാത്യു ബെന്നിയുടെ വല്യച്ഛൻ മുതൽ ഞങ്ങൾക്ക് കന്നുകാലി വളർത്തൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭർത്താവും ഞാനും പിള്ളേരും ഒക്കെ കൂടെ കൂടി ഈ കന്നുകാലി വളർത്തലും എല്ലാ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം 2020 ഒക്ടോബർ 17-ാം തീയതി ഭർത്താവ് പെട്ടെന്ന് മരിക്കുകയുണ്ടായി. അതിനുശേഷം കന്നുകാലി വളർത്തലിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ലായിരുന്നു. മാത്യു ബെന്നിയുടെ വല്യച്ഛനും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ചാച്ചനും സുഖമില്ലാത്ത ഒരാളായിരുന്നു. അപ്പം ഇത് എല്ലാ പിള്ളേരുടെ കാര്യം, ചാച്ചൻ്റെ കാര്യം, പിന്നെ കന്നുകാലിയുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന എനിക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഈ കന്നുകാലിനെ കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ വിവരം അറിഞ്ഞ മാത്യു വളരെ സങ്കടത്തോടെ ഒന്ന് എന്നോട് കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് തന്നെ പറ്റിയല്ല, കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഒന്നിനും കൂടണ്ട, അത് ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞ് അവൻ ആ ഉത്തരവാദിത്വം ഒന്ന് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോഴാണ് 2023 ഡിസംബർ 31 രാത്രിയിൽ കപ്പത്തൊല്ലി കൊടുക്കുകയും പശുക്കള് സൈനൈഡ് കാരണം മരിക്കുകയും ചെയ്തത്. ഇപ്പം അന്ന് രാത്രി മരിക്കുകയും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തായിരുന്നു. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ എനിക്ക് ചെറിയ തലകറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പം പറയുന്നത് ഇങ്ങനെ സഹായിക്കാനായിട്ട് ആൾക്കാരുകൾ വന്നു.
പിന്നെ മരിച്ചതെല്ലാം അന്നേരമാണ് ന്യൂസ് പേപ്പറിൽ, പത്രത്തിലും മീഡിയയിലെല്ലാം വന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ കുറെ പേര് സഹായിക്കുകയും ജോസഫ് സാറ് ഒരു പശുവിനെ തരികയും, ചിഞ്ചുറാണി മാഡം 5 പശുക്കളെയും, പിന്നെ ജയറാം സാറെ പൈസ തരികയും, CPM പാർട്ടിക്കാർ 3 പശുക്കളെ തരികയും, പിന്നെ അങ്ങനെ കുറെ പശുക്കളെ തരികയും കത്തോലിക്ക കോൺഗ്രസ് പശുവിനെ തരികയും ചെയ്തു. അങ്ങനെ കുറെ പേര് സഹായിക്കുകയും ഇപ്പം 23 പശുക്കളായിട്ട് പോകുന്നു. എൻ്റെ പേര് റോസ്മേരി. ഞാൻ മാത്യു ബെന്നിയുടെ പെങ്ങളാണ്. ഞാൻ +1 പഠിക്കുകയാണ് അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഞാനാണെങ്കിൽ അവൻ്റെ കൂടെ രാവിലെ മുതൽ അവരുടെയൊക്കെ ഒപ്പം തൊഴുത്തിൽ കയറി ഓരോ പണിയിലൊക്കെ ആയിട്ട് കൂടും. അത് കഴിഞ്ഞ് പാലൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് മറ്റേ സ്കൂളിലൊക്കെ പോയി. അങ്ങനെ ഇവരുടെ കൂടെയൊക്കെ ചെറുപ്പം മുതലേ ഞാനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസം ഉള്ളായിരുന്നു. അപ്പം അവന് ഞങ്ങൾ ഭയങ്കര കൂട്ടായോണ്ട് അവൻ ചെയ്യണ കൂട്ടത്തിൽ ഞാനും പുറകെ വിരുത്തോണ്ട് പോകും. അങ്ങനെ അവന്റെ കൂടെ ഞാൻ പയ്യൊക്കെ തുടങ്ങിയത്. 2023 ഡിസംബർ 31-ാം തീയതിയാണ് ഞങ്ങളുടെ പശുക്കളെല്ലാം നഷ്ടപ്പെട്ടത്. ജനുവരി 2-ാം തീയതി ഇവിടെ നമ്മുടെ ഇടവക വെള്ളിയാമറ്റം സെന്റ് ജോർജ് പള്ളിയിലെ 2 അച്ഛന്മാരെ പുത്തൻ കുർബാന ഉണ്ടായിരുന്നു. പുത്തൻ കുർബാനയ്ക്ക് നമ്മുടെ പിതാവ്, കല്ലറങ്ങാട്ട് പിതാവ് ആണ് കാർമ്മികത്വം വഹിച്ചത്. പിതാവ് പുത്തൻ കുർബാനയ്ക്ക് മുമ്പും പുത്തൻ കുർബാനയ്ക്ക് ശേഷവും എനിക്കും ചാച്ചനും പിള്ളേർക്കും എല്ലാം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയെല്ലാം ഉണ്ടായി. അതിനുശേഷം പിതാവ് വീട്ടിൽ വരികയും ചാച്ചനെയും എന്നെയും പിള്ളേരെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയും ഞങ്ങൾക്കെല്ലാം കൊന്തയെല്ലാം നൽകി ആണ് ഇവിടെ നിന്ന് പോയത്. നേരത്തെ ഞങ്ങള് അറക്കുളം സൊസൈറ്റിയിലാണ് പാല് കൊടുത്തോണ്ടിരുന്നത്. അന്നേരം വെളുപ്പിന് 5 മണിയാകുമ്പോഴത്തേക്കും വണ്ടി വരും. അന്നേരം വെളുപ്പിനും 2:30-3 മണി കഴിയുമ്പോഴത്തേക്കും എണീക്കുകയും പശുവിനെ കുളിപ്പിച്ച് കറക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് ചേട്ടായിക്കും ഞാൻ കറക്കും. വണ്ടിയില്ലായിരുന്നു, ലൈസൻസും ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് അവിടെ വെളുപ്പിന് അത്ര നേരത്തെ എണീറ്റ് പാല് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ചേട്ടായിക്ക് ലൈസൻസ് കിട്ടുകയും ഞങ്ങൾ വെള്ളിയാമറ്റം സൊസൈറ്റിയിലേക്ക് മാറുകയും ചെയ്തു. അന്നേരം ഇപ്പൊ വെളുപ്പിന് 5 മണിയാകുമ്പോൾ എണീക്കും. 7:30 ആകുമ്പോൾ പാല് കൊടുത്താൽ മതി. രാവിലെ വെളുപ്പിന് 5 മണിയാകുമ്പോൾ എണീറ്റിട്ട് പശുവിനെ കുളിപ്പിക്കുകയും ചാണകം വരി കുളിപ്പിക്കുകയും പശുവിനെ കറക്കുകയും കുളിപ്പിച്ച് കഴിയുമ്പോൾ കറക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് 7:30 ആകുമ്പോൾ പാല് കൊടുക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനുണ്ടായി. ഞങ്ങളുടെ അന്നേരത്തെ കുറച്ച് പണി ചെയ്യുകയും പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മ വീട്ടിൽ ബാക്കി പരിപാടി ചെയ്യുകയും ചെയ്യും. പിന്നെ 4 മണിയാകുമ്പോൾ സ്കൂൾ വിടും. വീട്ടിൽ വന്നിട്ട് കറന്ന് പാല് കൊണ്ട് കൊടുക്കുകയും അമ്മയും കൂടും കറക്കാനും. അമ്മയും കറക്കും, ഞാനും കറക്കും. അങ്ങനെ 4:30 ആകുമ്പോഴത്തേക്കും പാല് കൊണ്ട് കൊടുക്കും വെള്ളിയാറ്റത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പുല്ല് കണ്ടത്തിൽ പോയി വെച്ചെത്തുകയും അല്ലെങ്കിൽ ഇറക്കി തീറ്റയുണ്ട് അത് കൊടുക്കുകയും ചെയ്യും. പിന്നെ കണ്ടെത്തി കൊണ്ടുപോകണമെങ്കിൽ വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കും കയറ്റിക്കൊണ്ട് വരികയും തീറ്റ കാലിത്തീറ്റ കൊടുക്കുകയും ചെയ്യും രാത്രിയിൽ. അങ്ങനെ ഫാം കുഴപ്പമില്ലാതെ പോകുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം വളരെ വലുതായിരുന്നു. എല്ലാ പ്രതിസന്ധിയിലും ദൈവം ഞങ്ങൾക്കൊരു താങ്ങും തണലുമായിട്ട് മുമ്പേ ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് മുൻപോട്ട് പോകാനുള്ള ശക്തിയും എല്ലാം തന്നതും. ഇനി മുന്നോട്ടാണേലും പശുവിനെ വളർത്തുകയും പഠിത്തവും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് എൻ്റെ തീരുമാനം. പശു വളർത്തലും ഒരു സൈഡായിട്ടും പഠിത്തവും മറ്റൊരു സൈഡായിട്ടും ഈക്വലായിട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം.